ഇടതുപക്ഷ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെയാണ് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയുടെ അപകടം ഇന്നതാണ്, അതിൻ്റെ പിന്നിൽ ഒരു വലിയ അജണ്ട ഉണ്ട് എന്ന് തിരിച്ചറിയുന്നു. ബിനോയ് വിശ്വസഖാവ് ഇപ്പോൾ മാത്രമല്ല, 2021 അന്നത്തെ ICHR മലബാർ കലാപത്തിലെ പങ്കെടുത്ത 387 രക്തസാക്ഷികളെ രക്തസാക്ഷി നിഘണ്ടുവിൽ നിന്ന് നീക്കം ചെയ്ത ആ ദിവസം അദ്ദേഹം കേരളത്തിലെ MP മാരോടായിട്ട് പറഞ്ഞു, വൈകുന്നേരം നമുക്ക് നാളെ, ഈ കേരളത്തിലെ എല്ലാ MP മാരും സെക്കുലർ പക്ഷത്താണല്ലോ, അതുകൊണ്ട് നമുക്ക് നാളെ എന്തുകൊണ്ട് പാർലമെൻറ്റിൽ ഇതിനെതിരായിട്ടൊരു സബ്മിഷൻ ഉന്നയിച്ചുകൂടാ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് MP, പേര് പറയാം, ബെന്നി ബെഹനാൻ പറയുകയാണ്, അത് നമുക്ക് പഠിച്ചിട്ട് പോരെ. അപ്പം സഖാവ് പറയാണ്, ഈ വാഗൺ ട്രാജഡിയെക്കുറിച്ച് ഇനി എന്താ പത്രം പഠിക്കാനെന്നോ. ഞാൻ പറയുന്നത്, ഇത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിലുള്ള ഒരു നിസ്സംഗത, ഈ പ്രത്യയശാസ്ത്രം 100 വർഷം പിന്നിട്ട ഈ പ്രത്യയശാസ്ത്രത്തെ, അതിൻ്റെ അപകടത്തെ മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ള സങ്കടമാണ്.